ഹായ് ഓൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് 2025 തന്നെ നടന്ന ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധമില്ലാത്തത് ഏത്? 1929 INCയുടെ ലാഹോർ സമ്മേളനവുമായി ബന്ധം ഇല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി. സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. ഈ 3 പ്രസ്താവനകൾ ശരി തന്നെയാണ്. 1930 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. അത് തെറ്റാണ്. ജനുവരി 26 തീരുമാനിച്ചത്. ജനുവരി 26. അപ്പോൾ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച INC സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. അതുപോലെ തന്നെ ആ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് അധ്യക്ഷനായി. സിവിൽ നിയമലംഘന സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ശരിയല്ലാത്തത് 4ാമത്തെ ഓപ്ഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. മുഹമ്മദ് അബ്ദുർ റഹ്മാൻ സാഹിബിനെ കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? മുഹമ്മദ് അബ്ദുർ റഹ്മാൻ സാഹിബിനെ കുറിച്ച് 1939 KPCC പ്രസിഡൻ്റായിരുന്നു. ശരിയാണ്. 1930 ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ശരിയാണ്. അൽ അമീൻ പത്രത്തിൻ്റെ സ്ഥാപകനായിരുന്നു. അത് ശരിയാണ്. ഫോർവേഡ് ബ്ലോക്കിൻ്റെ കേരള ഘടകം പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. മുഹമ്മദ് അബ്ദുർ റഹ്മാൻ സാഹിബിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം 1939 KPCC പ്രസിഡൻ്റായിരുന്നു. 1930 പയ്യന്നൂർ വെച്ച് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. അദ്ദേഹത്തിനെ കോഴിക്കോട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അൽ അമീൻ പത്രത്തിൻ്റെ സ്ഥാപകനായിരുന്നു. അതുപോലെ തന്നെ ഫോർവേഡ് ബ്ലോക്കിൻ്റെ കേരള ഘടകം പ്രസിഡൻറ്റുമായിരുന്നു. അടുത്തത്, താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം, ബാസ്റ്റിൻ്റെ പതനം. ശരിയാണ്. റൂസോ സാമൂഹ്യ കരാറ്, സന്യാറ്റ്സൺ റഷ്യൻ വിപ്ലവം, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO 1995 സ്ഥാപിച്ചു. ഇതിലേതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. അതായത് സന്യാറ്റ്സൺ റഷ്യൻ വിപ്ലവം എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. ബാക്കി ഫ്രഞ്ച് വിപ്ലവം, ബാസ്റ്റിൻ്റെ പതനം, റൂസോ സോഷ്യൽ കോൺട്രാക്റ്റ്, WTO 1995 സ്ഥാപിച്ചു. ഇവയെല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ രാജാറാം മോഹൻ റോയിയുമായി ബന്ധപ്പെട്ട ശരിയേത്? മിറാത്ത് ഉൾ അക്ബർ വാരിക ആരംഭിച്ചു. ശരിയാണ്. ആത്മീയ സഭ സ്ഥാപിച്ചു. ശരിയാണ്. തുഹഫത്തുൽ മുവാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതി. ശരിയാണ്. സമ്പാദ് കൗമുദി എന്ന വാരിക തുടങ്ങി. അതും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. എല്ലാം ശരിയാണ്. രാജാറാം മോഹൻ റോയിയുമായി ബന്ധപ്പെട്ട് മിറാത്തുൽ അക്ബർ എന്ന വാരിക ആരംഭിച്ചു. ആത്മീയ സഭ സ്ഥാപിച്ചു. തുഫത്തുൽ മുവാഹിദീൻ എന്ന ഗ്രന്ഥം എഴുതി. സമ്പാദ് കൗമുദി എന്ന വാരിക തുടങ്ങി. ഇവയെല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്ത ചരിത്രത്തിൽ സംഭവങ്ങൾ പരിശോധിച്ച് ശരിയായ കാലഗണനാ ക്രമം ഏതെന്ന് കണ്ടെത്തുക. ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, വൈക്കം സത്യാഗ്രഹം, മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനം. അപ്പോൾ ഇവിടെ മഹാത്മാഗാന്ധിയുടെ ആദ്യ കേരള സന്ദർശനമാണ് ആദ്യം വരുന്നത്. അതിനുശേഷം 1924 വൈക്കം സത്യാഗ്രഹം, 1931-32 കാലഘട്ടത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹം, 1936 ക്ഷേത്രപ്രവേശന വിളംബരം. നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 4, 3, 2, 1. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. നീലദർപ്പൺ, ദീനബന്ധു മിത്ര. ശരിയാണ്. ഹിന്ദു സ്വരാജ്, BR അംബേദ്കർ. അത് തെറ്റാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു, മൗലാന അബ്ദുൽ കലാം ആസാദ്. ശരിയാണ്. തോട്ട്സ് ഓൺ പാകിസ്ഥാൻ, MN റോയി. അതും തെറ്റാണ്.
അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. നീലദർപ്പൺ ദീനബന്ധു മിത്ര, അതുപോലെ തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ ഹിന്ദു സ്വരാജ് ആരുടെയാണ്? അത് മഹാത്മാഗാന്ധിയാണ്. തോട്ട്സ് ഓൺ പാകിസ്ഥാൻ എന്നുള്ളത് ബി ആർ അംബേദ്കറിൻ്റേതാണ്. തോട്ട്സ് ഓൺ പാകിസ്ഥാൻ ആരുടെയാണ്? ബി ആർ അംബേദ്കർ. അടുത്തത് ഗ്രാനൈറ്റ് ഏത് തരം ശിലയ്ക്ക് ഉദാഹരണമാണ്? ഗ്രാനൈറ്റ് ഏത് തരം ശിലയാണ്? ആഗ്നേയ ശിലയാണ്. അടുത്തത് ഇന്ദ്രാവതി, ശബരി എന്നീ നദികൾ ഏത് ഉപദ്വീപീയ നദിയുടെ പോഷക നദികളാണ്? ഇന്ദ്രാവതിയും ശബരിയും ഏത് നദിയുടേതാണ്? അത് ഗോദാവരി നദിയുടെ പോഷക നദികളാണ്. ഓപ്ഷൻ ബി ആണ് ഗോദാവരി. ഇന്ദ്രാവതി, ശബരി, ഗോദാവരി എന്നീ നദികൾ ഉപദ്വീപീയ നദിയായ ഗോദാവരിയുടെ പോഷക നദികളാണ് ഇന്ദ്രാവതി, ശബരി. അടുത്തത് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് പേരിൽ അറിയുന്നു? അത് ദേശീയ ജലപാത 3 NW നാഷണൽ വാട്ടർവേ 3 എന്നാണ് അറിയപ്പെടുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അടുത്തത് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അത് ഓപ്ഷൻ എ ആണ് ഹൈദരാബാദ്. നാഷണൽ റിമോട്ട് സെൻസിങ്ങിൻ്റെ ആസ്ഥാനം ഹൈദരാബാദ്. അടുത്ത ക്വസ്റ്റ്യൻ ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം ഏതാണ്? അത് ഓപ്ഷൻ സി ഹർമാറ്റൻ ആണ് കേട്ടോ. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദമാണ് ഹർമാറ്റൻ. അടുത്ത ക്വസ്റ്റ്യൻ ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരെന്ത്? ഓപ്ഷൻ എ ആണ് ലഘൂകരണം. ഭാവിയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ലഘൂകരണം. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയുടെ റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിട്ടുള്ളതിൽ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം ഏതാണ്? വരുമാന നികുതിയാണ് പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണം. നബാർഡ് സ്ഥാപിതമായ വർഷം 1982. ശിവരാമൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് എന്ത് വരുന്നത്? നബാർഡ് എന്നാ വന്നേ 1982. അടുത്തത് ഇപ്പോഴത്തെ ലോകബാങ്ക് പ്രസിഡന്റ് ആരാണ്? അജയ് ബംഗ. ഇപ്പോഴത്തെ ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ. അടുത്തത് ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് നടന്നത് എന്നാണ്? 1881. ഇന്ത്യയിൽ ആദ്യത്തെ ഔദ്യോഗിക സെൻസസ് 1881. അടുത്തത് സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ് അത്? ഹോർട്ടിക്കൾച്ചർ. സുവർണ വിപ്ലവം ഹോർട്ടിക്കൾച്ചർ. അടുത്തത് ഒരു പ്രത്യേക രോഗം മൂലം അകാലത്തിൽ മരണമടയുന്ന ആളുകളുടെ എണ്ണം അളക്കുന്ന സൂചികയാണ് എന്താണ്? ഒരു പ്രത്യേക രോഗം മൂലം അത് ആഗോള രോഗഭാരം എന്ന് അറിയപ്പെടുന്നു. ഒരു പ്രത്യേക രോഗം മൂലം അകാലത്തിൽ മരണമടയുന്ന, അതായത് ഇപ്പോൾ കൊറോണയൊക്കെ വന്നിട്ട് മരിച്ചു പോയില്ലേ, അപ്പോൾ അതിനെ അളക്കുന്ന സൂചികയാണ് ആഗോള രോഗഭാരം. ഓപ്ഷൻ സി. അടുത്തത് ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയം എന്താണ്? തെരഞ്ഞെടുപ്പ് പരിഷ്കരണമാണ് കേട്ടോ. ദിനേശ് ഗോസ്വാമി കമ്മിറ്റിയുടെ പരിഗണനാ വിഷയമാണ് തിരഞ്ഞെടുപ്പ് പരിഷ്കരണം. ഓപ്ഷൻ സി. അടുത്തത് സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. ജീവനോപാധികൾ തേടുവാനുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം 21 ഭാഗമാണ്. മുകളിൽ കൊടുക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 1ഉം 2ഉം ശരിയാണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശം ഭരണഘടനയുടെ അനുച്ഛേദം ആർട്ടിക്കിൾ 21 ഭാഗമാണ്. അതുപോലെ തന്നെ ജീവനോപാധികൾ നേടാനുള്ള അവകാശവും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 ഭാഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖപ്രകാരം ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ്? ഇന്ത്യ ഒരു മതേതര റിപ്പബ്ലിക്കാണ്. ആണോ? അതെ. പക്ഷേ ഏറ്റവും ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക്. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്ക്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അടുത്തത് ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെൻ്ററി കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. ഭരണകക്ഷിയിലെ അംഗങ്ങൾ മാത്രം അധ്യക്ഷനാകുന്ന പാർലമെൻ്ററി കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റ് കമ്മിറ്റി. അടുത്തത്
അടുത്തത് സെൻട്രൽ വിസ്ത പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ്? അത് പാർലമെൻറ്റ് സമുച്ചയ നിർമ്മാണമാണ് സെൻട്രൽ വിസ്ത പദ്ധതി. ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26. ഓപ്ഷൻ എ തന്നെയാണ്, നവംബർ 26. അടുത്തത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകിയ കമ്മിറ്റിയാണ് തുങ്കൻ കമ്മിറ്റി. PK തുങ്കൻ കമ്മിറ്റിയാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ഭരണഘടനാ പദവി നൽകണമെന്ന് ശുപാർശ ചെയ്തത്. അടുത്തത് പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത്. ഓപ്ഷൻ എ കരുത്ത്. പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകളിൽ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി യോജിക്കുന്ന പ്രസ്താവനകൾ ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ 315 വകുപ്പിലാണ് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ശരിയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. ശരിയാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി 5 വർഷമാണ്. തെറ്റാണ് അല്ലേ? 6 വർഷമാണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ്റെ കാലാവധി 6 വർഷമാണ്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് 1ഉം 2ഉം ആയതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അടുത്തത് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ എ ആണ്, പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് കേരള തണ്ണീർത്തട അതോറിറ്റിയുടെ ചെയർമാൻ. അടുത്തത് 2024 പാരീസിൽ ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരം ആരാണ്? PR ശ്രീജേഷ് അല്ലേ? PR ശ്രീജേഷ്. കേരളത്തിൻ്റെ അഭിമാനം PR ശ്രീജേഷ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഗ്രാമീണനായ പ്രായപൂർത്തിയായ ഒരു വ്യക്തി ഗ്രാമപഞ്ചായത്തിൽ തൊഴിലിന് അപേക്ഷ നൽകിയാൽ എത്ര ദിവസത്തിനുള്ളിൽ തൊഴിൽ നൽകാനുള്ള ബാധ്യത ഗ്രാമപഞ്ചായത്തിനുണ്ട്? എത്രയാണ്? 15 ദിവസം. 15 ദിവസത്തിനകം തൊഴിൽ നൽകാനുള്ള ബാധ്യത ഗ്രാമപഞ്ചായത്തുകൾക്കുണ്ട്. അടുത്തത് 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? അത് പൃഥ്വിരാജിനെ ആയിരുന്നു. ആടുജീവിതം, പൃഥ്വിരാജ്. അടുത്തത് താഴെ പറയുന്നവയിൽ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ ഏത്? 2005 വിവരാവകാശ നിയമം അനുസരിച്ച് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു നയം ഭരണാധികാര സ്ഥാപനമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ഗവർണറാണ്. അപ്പോൾ 1, 2 ശരിയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ നേരത്തെ ഉള്ളത് അതായിരിക്കും. അപ്പം നമ്മുടെ ഉത്തരം എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഇനി സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. ഇനി മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 3 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയോ ഏതാണോ ആദ്യം അതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം താഴെ പറയുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ഏതാണ് അത്? സ്പോറോസോവ വിഭാഗത്തിലാണ് മലമ്പനിയുടെ രോഗകാരിയായ പ്ലാസ്മോഡിയം ഉൾപ്പെടുന്നത്. അടുത്തത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച് പ്രോട്ടീൻ ഉൽപ്പാദനം തകരാറിലാകുന്ന ജനിതക രോഗമാണ് ഹീമോഫീലിയ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീനുകളുടെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് വൈകല്യം സംഭവിച്ച് പ്രോട്ടീൻ ഉൽപ്പാദനം തകരാറിലാകുന്ന ജനിതക രോഗമാണ് ഹീമോഫീലിയ. അടുത്തത് തലച്ചോറിൽ ഡോപ്പാമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുകയും മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ നശിക്കുകയും ചെയ്യുന്ന രോഗം ഏതാണ്? അത് പാർക്കിൻസൺസ് രോഗമാണ് അല്ലേ? തലച്ചോറിൽ ഡോപ്പാമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയും, മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകൾ നശിക്കുന്നു. ഇതേത് രോഗമാണ്? അത് പാർക്കിൻസൺസ് രോഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗ്ലൂക്കോഗൺ ആണ് കേട്ടോ. ഗ്ലൂക്കോഗൺ. അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന്
സഹായിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. അടുത്തത് സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലം വളർച്ചാഘട്ടത്തിന് ശേഷം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിൽ അസ്ഥികൾ വളരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് അക്രോമെഗലി. സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലം വളർച്ചാഘട്ടത്തിന് അതിന് ശേഷം മുഖം, താടിയെല്ല്, വിരലുകൾ എന്നിവിടങ്ങളിൽ അസ്ഥികൾ വളരുന്ന അവസ്ഥയാണ് അക്രോമെഗലി. അടുത്തത് ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ എ ആണ് നവംബർ 14. ശിശുദിന അന്ന് തന്നെയാണ് പ്രമേഹ ദിനവും. അടുത്തത് കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അസ്സാം. കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അസ്സാമാണ് കാസിരംഗ നാഷണൽ പാർക്ക്. അടുത്തത് സൈലന്റ് സ്പ്രിംഗ് എന്ന പ്രസിദ്ധ പുസ്തകം രചിച്ചത് ആരാണ്? അത് റേച്ചൽ കഴ്സൺ ആണ്. സൈലന്റ് സ്പ്രിംഗ് DDT ആയിരുന്നു അതിലെ ടോപ്പിക്ക്. അപ്പോൾ അത് എഴുതിയത് റേച്ചൽ കഴ്സൺ ആണ് കേട്ടോ. അടുത്തത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവകം പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾ സമാന്തരമായി പ്രവർത്തിക്കുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. അടുത്തത് വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ളവയിൽ സ്ഥിതികോർജവുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. സ്ഥിതികോർജം ഏതൊക്കെയാണ്? അമർത്തിയ സ്പ്രിങ് സ്ഥിതികോർജത്തിന് ഉദാഹരണമാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം അത് സ്ഥിതികോർജത്തിന് ഉദാഹരണമാണോ? അല്ല. അടുത്തത് ഡാമിൽ സംഭരിച്ചിട്ടുള്ള ജലം സ്ഥിതികോർജത്തിന് ഉദാഹരണമാണ്. പക്ഷെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി വരുമോ? അതല്ല, അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അടുത്തത് ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന RLV വാഹനത്തിന് നൽകിയ എന്താണ് പുതിയ പേര്? അത് പുഷ്പക് എന്നാണ്. ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന വാഹനത്തിന് നൽകിയ പേരാണ് പുഷ്പക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ ഏതാണ് ISROയുടെ ആദ്യ സൗരദൗത്യം? ആദ്യ സൗരദൗത്യം ആദിത്യ L1. ഇതിൽ നിന്നും ISROയുടെ ആദ്യത്തെ സൗരദൗത്യമാണ് ആദിത്യ L1. ഓക്കെ. അടുത്തത് ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിൽ മുകളിലേക്ക് പോകുന്തോറും ലോഹഗുണം കുറയുന്നു. ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിൽ മുകളിലോട്ട് പോകുന്തോറും ലോഹഗുണം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അടുത്തത് അമോണിയം സൾഫേറ്റ് അസഡിക് ലവണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാഡീവ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുന്ന ഏത് ആൽക്കലോയിഡാണ് ചായയിലും കാപ്പിയിലും അടങ്ങിയിരിക്കുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി കഫിനാണ്. അടുത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് രാസമാറ്റത്തെ പ്രതിനിധീകരിക്കുന്നത്? ജലം ഐസായി ആകുന്ന പ്രക്രിയ, ജലം ഐസായിട്ട് മാറുന്നത്. അടുത്തത് വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിന് ഉദാഹരണമാണ്? ബോയിൽ നിയമമാണ് കേട്ടോ. വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിൻ്റെ ഉദാഹരണമാണ്? അത് ബോയിൽ നിയമം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് നോവലിലാണ് അള്ള പിച്ച മൊല്ലാക്ക എന്ന കഥാപാത്രമുള്ളത്? അത് ഖസാക്കിൻ്റെ ഇതിഹാസത്തിലാണ് കേട്ടോ. അടുത്തത് മാധവ് ഗാഡ്ഗിലിൻ്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? അത് ഡോക്ടർ M.S. സ്വാമിനാഥനാണ്. മാധവ് ഗാഡ്ഗിലിൻ്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ഡോക്ടർ M.S. സ്വാമിനാഥനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ആദ്യത്തെ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? അത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. അടുത്തത് 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെൻറ്റിൽ 3ാം സ്ഥാനത്ത് വന്ന രാജ്യം അത് ജപ്പാനാണ് കേട്ടോ. ജപ്പാൻ. ഓക്കെ. തിരുവനന്തപുരത്തും പ്രസിദ്ധീകൃതമായ ആദ്യ പത്രം ഏതാണ്? ഓപ്ഷൻ എ ആണ് കേരള ചന്ദ്രിക. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന കായിക ദിനം എന്നാണ്? സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13. ഒക്ടോബർ 13. അടുത്ത ക്വസ്റ്റ്യൻ,
കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് മട്ടന്നൂർ ശങ്കര കുട്ടി. കേരള സംഗീത നാടക അക്കാദമിയിലെ ഇപ്പോഴത്തെ ചെയർമാനാണ് മട്ടന്നൂർ ശങ്കരൻ കുട്ടി. അടുത്തത്, കമ്പ്യൂട്ടർ ഉപയോക്താവും കമ്പ്യൂട്ടർ ഹാർഡ്വെയറും തമ്മിലുള്ള ഇൻ്റർഫേസായി പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അടുത്തത്, വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ പിന്തുടരുന്ന രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓപ്ഷൻ ഡി ഗേറ്റ്വേ. വ്യത്യസ്ത പ്രോട്ടോക്കോളുകൾ പിന്തുടരുന്ന രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗേറ്റ് വേ. അടുത്തതായി, കൂട്ടത്തിൽ ചേരാത്തത് യാഹൂ, സഫാരി, ഗൂഗിൾ, ബ്ലിങ്ക്. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് സഫാരി. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സേവനങ്ങൾ ഉൾപ്പെടുത്തി രൂപം നൽകിയിട്ടുള്ള കേന്ദ്രീകൃത പോർട്ടലിൻ്റെ പേരാണ് ഓപ്ഷൻ ബി ഇ സേവനം. അടുത്തത്, IT ആക്ട് 2000 സെക്ഷൻ 66F എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? അത് കമ്പ്യൂട്ടർ ഭീകരതയാണ്. 66F കമ്പ്യൂട്ടർ ഭീകരത. അടുത്ത ക്വസ്റ്റ്യൻ, 2025 വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അതിനുള്ള മറുപടി നൽകേണ്ട സമയപരിധി എത്രയാണ്? അത് അപേക്ഷ ലഭിച്ച് 48 മണിക്കൂറിനകം നൽകണം. ജീവനെയോ സ്വത്തിനെയോ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അത് അപേക്ഷ ലഭിച്ച് 48 മണിക്കൂറിനുള്ളിൽ നൽകേണ്ടതാണ്. അടുത്തത്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം വിശദമായ പരിശോധനയോ അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകളോ ആവശ്യമായ വസ്തുക്കളുടെ മേലുള്ള പരാതി തീർപ്പാക്കേണ്ടുന്ന സമയപരിധി എത്രയാണ്? 5 മാസമാണ് സമയപരിധി ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിശുദ്ധം, അശുദ്ധം, നിർമ്മലം, പരിശുദ്ധം. വിപരീത പദം ശുദ്ധം. ശുദ്ധത്തിൻ്റെ വിപരീത പദമാണ് ചോദിച്ചിരിക്കുന്നത്. അശുദ്ധമാണ്. കൂടിച്ചേരാനുള്ള സ്ഥലം എന്നത് അർത്ഥം വരുന്ന വാക്കാണ് സംഗമവേദി. അടുത്തത്, ചേർത്തെഴുതുക. സത് അധിക ഭാവം സദ്ഭാവം. ഓപ്ഷൻ ബി ആണ്. അടുത്തത്, ശരിയായ ജോഡി ഏതാണ്? എ തോഴി ആളി സഖി, മാവ് അമ്രം കേതു, യുദ്ധം രണം ആരണ്യകം, മേദിനി ധരണി മേനി. ഓക്കെ, അപ്പോൾ എതിർലിംഗം എഴുതുക. ലേഖകൻ ലേഖകൻ, ലേഖിക. ഒറ്റപ്പദം എഴുതുക. ക്ഷമിക്കാൻ പറ്റാത്തത് എന്താണ്? ക്ഷമിക്കാൻ പറ്റാത്തത് അക്ഷന്തവ്യം. അടുത്തത്, ശരിയായ ജോഡി ഏതാണ്? തൊഴിൽ ആളി സഖി, മാവ് അമ്രം കേതു, യുദ്ധം രണം ആരണ്യകം, മേധിനി ധരണി മേനി. ഇതിലൂടെയാണ് കണ്ടുപിടിക്കുന്നത്. ഓപ്ഷൻ എ ആണ് തോഴി ആളി സഖി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, എതിർലിംഗം എഴുതുക. ലേഖകൻ ലേഖിക. അടുത്തത്, ഒറ്റപ്പദം എഴുതുക. ക്ഷമിക്കാൻ പറ്റാത്തത് അക്ഷന്തവ്യം. അടുത്തത്, പിരിച്ചെഴുതുക. മരങ്ങൾ മരങ്ങൾ പിരിച്ചെഴുതുമ്പോൾ മരം അധികം കൾ എന്നാണ് വരുന്നത്. മരം അധികം കൾ. അടുത്തത്, ശരിയായ പദം തിരഞ്ഞെടുക്കുക. അതിഥി. ഓപ്ഷൻ ഡി ആണ്. അതിഥി. ഓക്കെ, ഓപ്ഷൻ ഡി അതിഥി. അടുത്തത്, വിത്ത് ഗുണം 10 ഗുണം എന്ന പഴഞ്ചൊല്ലിന് യോജിക്കുന്നത് എന്ത്? വിത്തിന് 10 ഗുണമുണ്ട്. 10 ഗുണങ്ങൾ വിത്തിനുണ്ട്. പൈതൃകത്തിൻ്റെ ഗുണം മക്കളിൽ ഉണ്ടാകും. വിത്തിൻ്റെ ഗുണം വിളവിൽ ഉണ്ടാവുകയില്ല. വിത്ത് ഗുണം 10 ഗുണം എന്ന ചൊല്ലിന് യോജിക്കുന്നത് വിത്തിന് 10 ഗുണമുണ്ട്. അതാണോ? അല്ല. 10 ഗുണങ്ങൾ വിത്തിനുണ്ട്. ആണോ? അല്ല. പൈതൃകത്തിൻ്റെ ഗുണം മക്കളിൽ ഉണ്ടാകും. ഏതാണ്? ഓപ്ഷൻ സി ആണ്. പൈതൃകത്തിൻ്റെ ഗുണം മക്കളിൽ ഉണ്ടാകും എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത് എന്നതിന് സമാനമായ പഴഞ്ചൊല്ല് ഏതാണ്? ആള് കൂടിയാൽ പാമ്പ് ചാകില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് മറ്റൊരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് പഠിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് കേൾക്കുക, കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.